അപ്പൊ എന്നെയും എന്റെ കുടുംബത്തെയും മാനസികമായി തേജോവധം ചെയ്തതിനു വേണ്ടി ആരൊക്കെയോ നമ്മുടെ പാർട്ടിക്കുള്ളിലും മാനസികമായി വ്രണപ്പെടുത്തുന്ന ഞങ്ങളുടെ പാർട്ടിക്കുള്ളിലുള്ള ആൾക്കാരും ഞാൻ മുകളിലോട്ട് കയറി പോകരുതെന്നുള്ള ഒരു ചിന്തയിലാണ് എന്നെ അപമാനപ്പെടുത്തിയതിന് പ്രതികാരമായി 25 ലക്ഷം രൂപ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് ഞാൻ മാനനഷ്ട കേസ് കോടതിയിൽ ഫയൽ ചെയ്തു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹിളാ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി എനിക്ക് മുമ്പ് നിൽക്കുന്ന സുധയെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമം. അത് സോഷ്യൽ മാധ്യമത്തിലൂടെ തന്നെ, അത് മാത്രമല്ല ഇല്ലാത്ത കള്ളക്കേസിൽ കുരുക്കി പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ ഉയരുന്നതിന് വേണ്ടി നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ടീച്ചറെ നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്താണ് ഉണ്ടായത്? ഞാൻ 1983 നമ്മുടെ സമാധാനത്തിന്റെ ചിഹ്നമായ കോൺഗ്രസിലേക്ക് ഒരു പ്രവർത്തകയായി ഞാൻ ഉടലെടുത്തു. അതിനുശേഷം ഇപ്പൊ 1 വർഷക്കാലം മാത്രമേ ആയുള്ളൂ ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റത്. ഈ ജില്ലാ സെക്രട്ടറിയായി സ്ഥാനമേറ്റതിന് ശേഷം കഴിവുറ്റ പ്രവർത്തനങ്ങളാണ് ഞാൻ കാഴ്ചവെക്കുന്നത്. ഏതൊരു പാർട്ടി പരിപാടിയിലും ഒരു 10-100 വനിതകളെ സംഘടിപ്പിക്കുന്നതിന് നിഷ്പ്രയാസം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും. ആ രീതിയിൽ പാർട്ടിയോടുള്ള കൂറും കടപ്പാടും ഞാൻ നിലനിർത്തി കൊണ്ടുപോകുന്നു. സാഹചര്യത്തിൽ സ്വന്തം പാർട്ടി താങ്കൾ എന്തുകൊണ്ട് തള്ളി പറയുന്നു? അത് അവര് തള്ളിപ്പറയുന്നതിന്റെ കാരണമെന്ന് വെച്ചിരുന്നാൽ, ഞാൻ എന്റെ സ്വഭാവത്തിൽ സത്യസന്ധമായ രീതിയിലേക്ക് മാത്രമേ ഞാൻ മുന്നോട്ട് പോകൂ. അപ്പൊ അവര് പറയുന്നതിനെ എനിക്ക് അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കേരള കൗമുദി പത്രത്തിൽ 12ാമത്തെ പേജിൽ താങ്കൾക്കെതിരെ ഒരു വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചില്ലേ? അതിന്റെ കാരണം എന്താണ്? കേരള കൗമുദി പത്രത്തിലല്ല, ദേശാഭിമാനി പത്രത്തിന്റെ 12ാം പേജിലാണ് ശ്രീമതി ബക്കം സുധ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കാൻ നിന്ന നമ്മളെ MP, മഹത്തായ MP, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വത്തെന്നുള്ള കാണുന്ന MP-യുടെ കൂടെ ഞാൻ പദയാത്രയിൽ നിൽക്കുമ്പോൾ എന്റെ പടം അതിനകത്ത് നിന്ന് എടുത്ത് കട്ടൗട്ട് ചെയ്താണ് ദേശാഭിമാനി പത്രത്തിന് കൈമാറിയത്. ആ വാർത്ത 9/4/2024 രാവിലെ ദേശാഭിമാനി പത്രത്തിൽ വരികയും പല ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആകെ മാനസികമായിട്ട് തളർന്നു. കാരണം തളരാനുള്ള കാരണം എന്തെന്ന് വെച്ചിരുന്നാൽ, എന്റെ 2 മക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. എന്റെ ഒരു മോള് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റില്ല, സെക്രട്ടേറിയറ്റില് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റില്ല സ്പെഷ്യൽ ഓഫീസറും, ഒരു മകള് മെഡിക്കൽ കോളേജിലുള്ള കാഷ്വാലിറ്റിയില് നഴ്സിംഗ് അസിസ്റ്റന്റുമാണ്. അപ്പൊ എന്നെയും എന്റെ കുടുംബത്തെയും മാനസികമായി തേജോവധം ചെയ്തതിനു വേണ്ടി ആരൊക്കെയോ നമ്മുടെ പാർട്ടിക്കുള്ളിലും. ആരെയാണ് സംശയം ഏറ്റവും കൂടുതൽ? പാർട്ടിക്കുള്ളിലുള്ള ആൾക്കാരെയും സംശയമുണ്ട്. ഇന്നൊരാളായിട്ട് സംശയം അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അത് വീക്ഷണം പത്രത്തിൽ വന്ന വാർത്ത എഡിറ്റ് ചെയ്താണ് ദേശാഭിമാനിയിൽ പോയത്. അപ്പൊ ഞാൻ പ്രസ് ക്ലബിൽ, ചെറിയ പ്രസ് ക്ലബിൽ മീറ്റിങ്ങിന് തയ്യാറായപ്പോൾ ആ പ്രസ് ക്ലബിന്റെ സെക്രട്ടറിക്ക് അതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി പല രീതിയിലും. പിന്നെ ഞാൻ അതിന് വേറെ പല സോഷ്യൽ മാധ്യമങ്ങളും താങ്കൾ ഒരു കള്ളിയാണ്, താങ്കൾ എത്രയോ ലക്ഷങ്ങൾ തട്ടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ സത്യമുണ്ടോ? ഇല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ മക്കള് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന എന്റെ മക്കള്, എന്റെ ഭർത്താവില്ല, ഞാനൊരു വിധവയാണ്. ഞാൻ എന്റെ മക്കളുടെ ഒരു സ്വത്താണ്. ഞാൻ അവരുടെ സ്വത്തിലും സ്വത്താണ്. ഞാൻ എന്റെ മക്കള് പഠിച്ചിറങ്ങിയൊരു ജോലിയിലെ പുറത്താണ് ഇറങ്ങിയത്. ഞാൻ ജനങ്ങൾക്ക് ചെയ്യുന്ന മതിയായ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഫലമായി എനിക്കിന്നും എന്നും എപ്പോഴും എന്റെ കൂടെ ഞാൻ വിളിക്കുന്ന വിളിപ്പുറത്ത് വരാൻ 100 കണക്കിന് ജനങ്ങളുണ്ട്. ആ രീതിയിലാണ് മികവറ്റ പ്രവർത്തനം കാഴ്ചവെക്കുന്ന എന്നെ മാനസികമായി വ്രണപ്പെടുത്തുന്ന ഞങ്ങളുടെ പാർട്ടിക്കുള്ളിലുള്ള ആൾക്കാരും ഞാൻ മുകളിലോട്ട് കയറി പോകരുതെന്നുള്ള ഒരു ചിന്തയിലാണ് എന്നെ ഈ വിധമായ മാധ്യമങ്ങൾ വഴി തേജോവധം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് വന്നത്. ഞാൻ 2 ദിവസം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ, കാരണം ഇലക്ഷന്റെ ആ ഒരു മൂമെന്റിൽ വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ട ഞങ്ങളുടെ MP-ക്ക്, കാരണം ഇവിടെ 3 പതിറ്റാണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് MP ഉണ്ടായിരുന്നിട്ട് അയാൾ ആരാണെന്ന് ജനങ്ങൾ കണ്ടിട്ടില്ല. അതിനുശേഷം അടൂരിന്ന് ഒരു MP ഇവിടെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് കാണാനും പാവങ്ങൾക്ക് ചെന്ന് കണ്ട് സംസാരിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനാൽ കഴിയുന്നത് പൂർണ്ണമായിട്ട് ചെയ്തു കൊടുക്കുന്ന അദ്ദേഹത്തിന് തേജോവധം ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് എന്റെ മാനസികാവസ്ഥ ഞാൻ എന്റെ മനസ്സിൽ ഒതുക്കി. ബക്കം സുധ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിങ്ങലുടെ സ്വപ്നമാണ്. കാരണം ഓട്ടോ ഡ്രൈവേഴ്സിനും അതേപോലെ തന്നെ ജന്മകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഇദ്ദേഹം ഒരു ആണിക്കല്ല് തന്നെയാണ്. ഇത്തരം പല രീതിയിലുമുള്ള വിമർശനങ്ങൾ വന്നിട്ടും സ്വന്തം പാർട്ടിയെ ഈ നിമിഷം വരെ തള്ളി പറഞ്ഞിട്ടില്ല. അതിവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെയാണ്.
ഈ ഫോട്ടോ കട്ടൗട്ട് ചെയ്ത് മോർഫ് ചെയ്ത് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച രീതിയിൽ ടീച്ചർ എവിടെയെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. എവിടേക്കാണാവോ? ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലും അതിനുശേഷം പിന്നെ പോലീസ് സൂപ്രണ്ട് ഓഫീസിലും ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തക്കെതിരെ ആ പത്ര എഡിറ്റർക്കും അതിന്റെ പ്രിന്റർക്കും ഞാൻ വക്കീൽ നോട്ടീസ് നിയമപരമായി കൊടുത്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇതിനൊരു പ്രതികരണം ഉണ്ടാകാത്ത പക്ഷം ഞാൻ എന്റെ ജീവിതം ഞാൻ ഒരു മുഴം കയറ്റിൽ ചെലവാക്കാതെ ഞാൻ ചെയ്യാൻ പോകുന്നത് നിയമമായി പോരാടുകയും എന്നെ അപമാനപ്പെടുത്തിയതിന് പ്രതികാരമായി 25 ലക്ഷം രൂപ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് ഞാൻ മാനനഷ്ട കേസ് കോടതിയിൽ ഫയൽ ചെയ്യും. ടീച്ചറിന്റെ വിഷയം വളരെയധികം ജെന്യൂനാണ്. തെറ്റ് ചെയ്യാത്ത ടീച്ചറിനെതിരെ ഇപ്പോൾ പറയുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്ത ആരാണോ നൽകിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് IPC സെക്ഷൻ 499 IPC സെക്ഷൻ 508 ഡിഫാമേഷൻ എന്ന രീതിയിൽ ടീച്ചർ തീർച്ചയായും കോടതി മുഖാന്തരം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വക്കം സുധയുടെ ആവശ്യം എന്താണ്? എന്റെ ആവശ്യം എന്ന് പറഞ്ഞ 2009 ഇതര സംഘടനയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു മുണ്ടേല പ്രസാദ് വട്ടിയൂർക്കാവിലുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 2009 മന്ത്രി രാധാകൃഷ്ണ സാറിന്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹം പട്ടികജാതി സംഘടനയുടെ സംഘാടകനാണെന്നും അംബേദ്കർ സെന്റർ ഓഫ് ഇന്ത്യ, ജനശക്തി, പിന്നെ സ്ത്രീ ശാക്തീകരണം ഇങ്ങനെ ഇതര സംഘടനകൾ ഉള്ളതായിട്ട് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കുകയും അയാളെ കൊണ്ട് എന്തൊക്കെയോ ഈ ലോകത്ത് നേട്ടങ്ങൾ ചെയ്യാമെന്നുള്ളതും പറഞ്ഞുകൊണ്ട് എന്നെ അതിലേക്ക് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോവുകയും ഞാനൊരു പട്ടികജാതിക്കാരി എന്നുള്ള നിലയിൽ ഞാൻ ഇയാളുടെ ഈ കാപട്യത്തിൽ വീഴുകയും പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിൽ ഞങ്ങളുടെ ആറ്റിങ്ങലിലുള്ള ഒരു പ്രമുഖനായ ഒരു അഡ്വക്കേറ്റിന്റെ മകൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് എന്റെ ഇന്ന് 40,000 രൂപ വാങ്ങുകയും അതിനുശേഷം ചങ്ങാത്തം കൂടി ഇദ്ദേഹം ഭാര്യയാണെന്ന് പറഞ്ഞൊരു അലി പാത്തുമ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊണ്ട് എന്റെ വീട്ടിൽ ദിവസങ്ങളോളം വന്നുപോയി താമസിച്ചു വരികയും ആ കാലഘട്ടത്തിൽ എന്റെ വീട്ടിൽ അലമാരയുടെ അകത്ത് സൂക്ഷിച്ചിരുന്ന എന്റെ അമ്മയുടെ വക്കത്തെ വീടിന്റെ പ്രമാണം ഇവ മോഷിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അത് കൊടുക്കാൻ പറ്റിയില്ല, കാരണം ഇയാളാണ് എടുത്തെന്നുള്ളത് എനിക്ക് തെളിവില്ലായിരുന്നു. ഇപ്പോഴിങ്ങനെ വാർത്ത വന്നപ്പോഴാണ് ഇവൻ മോഷ്ടിച്ചു എന്നുള്ളത് അറിയുന്നത്. അത് മോഷണം പോയി എന്ന് കാണിച്ചുകൊണ്ട് ഞാൻ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ ആ കേസ് ചിറയൻകീഴ് സ്റ്റേഷനിലേക്ക് വിട്ടു. അപ്പൊ സർക്കിൾ എന്നോട് പറഞ്ഞു അത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കോടതിപരമായിട്ട് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു അത് ആ ഒരു കേസിന് ഞാൻ കോടതി പോവാൻ തയ്യാറല്ല. IT സെൽ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവിടെ നിങ്ങൾ ഈ പരാതി റെഫർ ചെയ്യണമെന്ന് CAയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, എന്നെ ഒന്നുവരെയും വിളിച്ചിട്ടില്ല. അപ്പൊ ഇയാളെന്ന് പറയുന്ന ഒരാള് അനാശാസ്യ പ്രവർത്തനം നടത്തി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് കോടതി മുഖാന്തരം കണ്ടീഷൻ ബെയിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. എന്നിട്ട് ഒരു മാസത്തിൽ 2 വെള്ളിയാഴ്ച ഇദ്ദേഹം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയി ഒപ്പിടുന്ന ഒരാളാണ്. എന്നെ മാനസികമായിട്ട് തേജോവധം ചെയ്തു. ആ തേജോവധത്തിനെ വളച്ചൊടിച്ച് പാർട്ടിക്കാര് അതിൽ പങ്കെടുപ്പോൾ ടീച്ചറിനെതിരെ പ്രചരിക്കുന്ന വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു പരാതിയും ആർക്കും കിട്ടിയിട്ടില്ല. ഇല്ല, ഞാൻ എന്റെ പേരിൽ അനവധി പോലീസ് സ്റ്റേഷനിൽ അനവധി പരാതികൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ അനവധി പരാതികളിൽ ഒരു പരാതി എങ്കിലും ഈ ദേശാഭിമാനി പത്രത്തിലെ വാർത്ത കൊടുത്തവരെ എനിക്ക് എടുത്തു തരണം. ഇല്ലാത്ത പക്ഷം ഞാൻ അതിന് നിയമപരമായി നേരിടും. ചെയ്യാത്ത തെറ്റ് പറയുമ്പോൾ ചെയ്യാത്തൊരു മനുഷ്യനെ അതിന്റെ വേദന അറിയുള്ളൂ. മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മാലപ്പുറത്തിനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ് ആറ്റിങ്ങൽ.